5 രൂപയ്ക്കായിരുന്നു അയാൾ ധാന്യങ്ങൾ വിറ്റുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലാഭം കുറഞ്ഞു. അതുകൊണ്ടത് 10 രൂപയ്ക്ക് വിൽക്കണം എന്ന ആവശ്യവുമായി രാജാവിനെ അദ്ദേഹം സമീപിച്ചു. രാജാവ് പറഞ്ഞു, നീ 30 രൂപയാക്കിയിട്ട് കൊടുക്കണം. ധാന്യത്തിൻ്റെ വില 1 കിലോയ്ക്ക് 30 രൂപ എന്ന രീതിയിൽ കൊടുക്കണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ലയോ പ്രഭു, 10 രൂപയാകുമ്പം തന്നെ ആളുകൾ പിറുപിറുക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ 30 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ വളരെ പ്രതിഷേധം ഉണ്ടാക്കും. അതുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. രാജാവ് പറഞ്ഞു, ബാക്കിയൊന്നും നീ അറിയണ്ട, 30 രൂപയാക്കിയിട്ട് വിറ്റാൽ മതി, ഇനിയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം 30 രൂപയാക്കി. ആളുകൾ പ്രതിഷേധം തുടങ്ങി. നേരെ പരാതി രാജാവിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ രാജാവ് ഇരു കൂട്ടരെയും വിളിപ്പിച്ചു. രാജാവ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ കേട്ടു, ആദ്യം പരാതിയൊക്കെ കേട്ടു. രാജാവ് പറഞ്ഞു, ഈ 30 രൂപ എന്നുള്ളത് 15 രൂപയാക്കണം. ആ 15 രൂപ ആക്കാൻ നിനക്ക് സമ്മതമാണ് എങ്കിൽ നിനക്കിവിടെ നിൽക്കാം, അല്ലെങ്കിൽ നീ ഈ രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞു. ഇത് കേട്ട ജനങ്ങൾക്ക് സന്തോഷമായി. കാരണം ശിക്ഷ നല്ല ശിക്ഷയാണ്. അതിലൂടെ തന്നെ കച്ചവടക്കാരനും അതിലേറെ സന്തോഷം. കാരണം 10 രൂപയാക്കണമെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ 15 രൂപ അയാൾക്ക് ലാഭം കിട്ടി. പലപ്പോഴും പല ആളുകളും അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളുടെ പക്ഷത്താണെന്ന്, പക്ഷേ മറുകണ്ടത്തായിരിക്കും ഉണ്ടാകുക. അപ്പുറം ചാടി അല്ലെങ്കിൽ രണ്ട് തോണിയിലും കാലിട്ട് നിൽക്കാമെന്ന് നമ്മൾ പറയുന്ന ആളുകൾ വളരെ അപകടകാരികളാണ്. അത്തരം ആളുകൾ. ബി കെയർഫുൾ. ഹാവ് എ നൈസ് ഡേ.